Dear student, Assalamu alaikum. Let us start our new chapter representing 3D in 2D. Representing 3D in 2D. Our 13th chapter. Representing 3D in 2D. 3D in 2D. Take page number 184. Page number 184. It's representing 3D in 2D. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3D ഷേപ്പുകളും 2D ഷേപ്പുകളും അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതികൾ. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താ അറിയണം? വാട്ട് ഈസ് 3D ഷേപ്സ്, വാട്ട് ഈസ് 2D ഷേപ്സ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 3D ആൻഡ് 2D ഷേപ്സ്. ഓക്കെ, അപ്പോൾ ഈ 3D ഷേപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ത്രീ ഡയമെൻഷണൽ ഫിഗേഴ്സ് നമ്മൾ എന്ത് പറയും? 3D ഷേപ്പ് എന്ന് പറയും. 2D എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ, അതായത് 2D എന്ന് പറയുമ്പോൾ അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് നമുക്ക് 3 ഡയമെൻഷൻ എന്ന് വരുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ടാവും. ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ 3 ഡയമെൻഷൻ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഒരു 3 ഡയമെൻഷണൽ ഫിഗറാണ്, ബിക്കോസ് 3 ഡയമെൻഷൻ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണിത്. ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പേപ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. 2D ആക്കി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഈ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്, 3D ആണ്. ഓക്കെ, ബിക്കോസ് ഇത് നമ്മളിപ്പോൾ ചുമരിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ കണ്ടോ, കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അല്ലേ? അത് അല്ലാതെ നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചുമരിനോട് പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ 3D ഷേപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കൂ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ, ഒരു പേപ്പറിൽ ഒരു റെക്റ്റാങ്കിൾ വെട്ടിയെടുത്ത് അത് ചുമരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. ബിക്കോസ് അത് 2 ഡയമെൻഷണൽ ഫിഗറാണ്. ഇതെന്താണ്? 3 ഡയമെൻഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അറിയാം 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റുകൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റുകൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? 3 ഡയമെൻഷൻ പ്രിസം, പിരമിഡ്, സിലിണ്ടർ, കോണ്, ഇതൊക്കെയാണ് നമുക്ക് എന്താ വരുന്നത്? ജോമെട്രിക്കൽ ഒബ്ജക്റ്റ്. ഓക്കെ, 3 ഡയമെൻഷണൽ ജോമെട്രിക്കൽ ഒബ്ജക്റ്റുകൾ നമുക്ക് സിലിണ്ടർ, കോണ്, പിരമിഡ്, പ്രിസം ഇതൊക്കെ പറയും. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് വരക്കാം അല്ലേ? പ്രിസം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? പ്രിസം ട്രയാങ്കുലർ ബേസ് ആൻഡ് ഇതാണ് ട്രയാങ്കുലർ പ്രിസം. ട്രയാങ്കുലർ പ്രിസം കാരണം ഇതിൻ്റെ ടോപ്പും ബേസും കണ്ടാണ്. ഈ 2 ഭാഗങ്ങളും ട്രയാങ്കിൾസ് ആയിരിക്കും, മറ്റു ഭാഗങ്ങൾ എന്തായിരിക്കും? റെക്റ്റാങ്കിൾസ് ആയിരിക്കും. അതാണ് എന്താ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാരലോഗ്രാം ആയിരിക്കും. ഈ ഭാഗവും അടിഭാഗവും. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് നമുക്കറിയാം പിരമിഡ്. പിരമിഡിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഫേസസ് ഒക്കെ ട്രയാങ്കിൾ ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ പിരമിഡ്സ് അല്ലേ? അതിന്റെ കണ്ടോ ഫേസ്, അതിന്റെ ഫേസ് ഒക്കെ എന്തായിരിക്കും? ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ ബേസും ടോപ്പും സർക്കിൾ രൂപത്തിലായിരിക്കും. പിന്നെ ഒരു കർവ്ഡ് ഫേസ് അല്ലേ? ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിലിണ്ടർ. സിലിണ്ടറിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ പില്ലേഴ്സ് അല്ലേ? ദെൻ നെക്സ്റ്റ് ഒരു വാട്ടർ ബോട്ടിൽ, ഇതൊക്കെ നമുക്ക് സിലിണ്ടറിന്റെ ഷേപ്പിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കോണ്. ഒരു 3D ഷേപ്പാണ് എന്ത്? കോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടും ഉണ്ടാവും. ഷേപ്പ് കോൺ എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിനാണ് നമ്മളെന്ന് പറയുന്നത് കോൺ എന്ന് പറയുന്നത്. കോണിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പറയുകയാണെങ്കിൽ ക്യാപ്പ് അല്ലേ? ക്രിസ്മസ് ട്രീ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോളിഡ് ഒബ്ജക്റ്റുകൾ 3D ഒബ്ജക്റ്റുകളെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ നമുക്ക് എന്ത് പറയണം? ഇതിൻ്റെ ഫേസസ് എന്താണ്, എഡ്ജസ് എന്താണ്, ഫേസ്, എഡ്ജ്, വെർട്ടിസസ് ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് വേറൊരു 3D ഷേപ്പും കൂടി 2 വരുന്നുണ്ട്. അതൊക്കെയാണത് ക്യൂബ്. എന്താ ഈ ക്യൂബിൻ്റെ പ്രത്യേകത? ക്യൂബിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫേസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ? യെസ്, നമ്മളെ ക്യൂബ് സോൾവ് ചെയ്യണ ക്യൂബ് കണ്ടിട്ടില്ലേ? എല്ലാ ഫേസും നമ്മൾ ഈക്വൽ കളറാക്കി മാച്ച് ചെയ്യണ ക്യൂബ്, അത് നമുക്ക് ഇതിന് എക്സാമ്പിളാണ്. ക്യൂബോയിഡ് നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ക്യൂബോയിഡ്. ക്യൂബോയിഡിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇതൊരു ക്യൂബോയിഡിന്റെ എക്സാമ്പിൾ ആണ് അല്ലേ? ഈ ക്യൂബോയിഡിന്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് എന്ത് പറയാം? ബോക്സ് ഒക്കെ നമുക്കിതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിൻ്റെ ഫേസസ്, എഡ്ജസ്, വെർട്ടിസസ്. ഓക്കെ, ഫേസ്, എഡ്ജ്, വെർട്ടിസസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫേസ്, എഡ്ജ് ആൻഡ് വെർട്ടിസസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ലുക്ക്, ഇതിപ്പോൾ ഒരു ക്യൂബോയിഡ് ആണ് അല്ലേ? ഈ ക്യൂബോയിഡിൻ്റെ ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഒരു ഫേസ്, 2 3 4 5 6 ഉണ്ടോ? അപ്പോൾ ഈ ക്യൂബോയിഡിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. എത്ര ഫേസ് ഉണ്ട് ക്യൂബോയിഡിന്? 6 ഫേസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ക്യൂബോയിഡിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ്, മുഖങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂബിന് എത്ര ഫേസ് ഉണ്ടാവും? ക്യൂബിന് 1 2 3 4 5 6 ക്യൂബിനും 6 ഫേസ് ഉണ്ടാവും അല്ലേ? ഇങ്ങനെയാണെങ്കിൽ സിലിണ്ടറിന് എത്ര ഫേസ് ഉണ്ടാവും? സിലിണ്ടറിന് ഇവിടെ ഒരു ഫേസ്, ഇപ്പോൾ നമുക്ക് ഒരു വുഡ് നിന്നാണ് ഈ ഒരു സിലിണ്ടർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. വുഡ്, ഒരു മരക്കഷ്ണം കൊണ്ടാണ് നമ്മൾ ഈ സിലിണ്ടർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, ചെത്തിയെടുത്തത് മരത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സർക്കിൾ ഫേസ് ഉണ്ടാവും, ഇവിടെ ഒരു സർക്കിൾ ഫേസ് ഉണ്ടാവും, അതായത് ടോപ്പിലും ബേസിലും, പിന്നെ ഒരു കർവ്ഡ് ഫേസും. അങ്ങനെ ടോട്ടൽ എത്ര ഫേസ് ഉണ്ടാവും? 3 1 2 ഒരു കർവ്ഡ് ഫേസ് അല്ലേ? അതാണ് സിലിണ്ടറിന് ഉണ്ടാവില്ല. നെക്സ്റ്റ് നമുക്ക് കോണിന് നോക്കാം. കോണിന് എത്ര ഫേസ് ഉണ്ടാവും? കോണിന് 2 ഫേസസ്, ബിക്കോസ് ഒരു കർവ്ഡ് ഫേസും പിന്നെ അടിയിലുള്ള ഒരു ഫേസും അല്ലേ? അങ്ങനെ നമുക്ക് എത്ര പറയാം? ഫേസ് 2 എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ 185 എടുക്കുക. പേജ് നമ്പർ 185 അത് നമുക്കിനി ചെയ്യാം. ബട്ട് ആദ്യം നമ്മൾ ഫേസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് എഡ്ജസ്? എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കുകൾ. കണ്ടോ, ഇവിടെ ഈ ഒരു കോണിന് എത്ര എഡ്ജ് ഉണ്ടാവും? ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ, കാരണം ഇവിടെ ഉണ്ടാവുമല്ലോ ഒരു എഡ്ജ് മാത്രം. സിലിണ്ടറിന് എത്ര എഡ്ജസ് ഉണ്ടാവും? ഇവിടെ ഒരു എഡ്ജും ഇവിടെ ഒരു എഡ്ജും, 2 എഡ്ജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂബിന് എത്ര എഡ്ജ് ഉണ്ടാവും? 1 2 3 4 5 6 7 8 9 10 11 12 എഡ്ജ്. ക്യൂബിന് 12 എഡ്ജ്. അപ്പോൾ മനസ്സിലായാലും എഡ്ജ് എന്താണെന്ന്? വക്കുകൾ. കണ്ടോ, എഡ്ജ് എന്ന് പറഞ്ഞാൽ വക്കുകളാണ്. ഇപ്പോൾ ക്യൂബോയിഡ് നോക്കുക. ഈ ക്യൂബോയിഡിന് എത്ര എഡ്ജ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 എഡ്ജ്. മനസ്സിലായോ? അതായത് ഇതിൻ്റെ ഫേസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ലൈനാണ് നമ്മൾ എന്താ പറയുക? എഡ്ജ് എന്ന് പറയാം കേട്ടോ. ഒരു 3D ഷേപ്പിൻ്റെ ഫേസുകൾ തമ്മിൽ കൂടിച്ചേരുന്ന, ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ സെഗ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുക? എഡ്ജ് എന്ന് പറയാം. ആ ലൈൻ സെഗ്മെന്റിനാണ് എന്ത് പറയുക? എഡ്ജസ് എന്ന് പറയാം. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ? വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ മൂലകൾ അല്ലേ? വേർട്ടിസസ്. ഇപ്പൊ ഈ ക്യൂബോയിഡ് തന്നെ എടുക്കാം. ഈ ക്യൂബോയിഡിന്റെ വേർട്ടിസസ് ഞാൻ പറയുന്നു 1 2 3 4 5 6 7 8 വേർട്ടിസസ് ഉണ്ട്. 8 വേർട്ടിസസ്. ഈ ഒരു ക്യൂബോയിഡിന് 8 വേർട്ടിസസ്. ബിക്കോസ് എന്താണ് വേർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എഡ്ജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ പറയുക വേർട്ടിസസ് എന്ന് പറയാം. കാരണം ഈ എഡ്ജും ജോയിൻ ചെയ്യുന്ന ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്.
അതിന് നമ്മൾ ഒരു വെർട്ടിസസ് അല്ലേ. അതുപോലെ തന്നെ ഈ എഡ്ജും ചെയ്യുന്ന ഇവിടെ ഒരു പോയിന്റ്, രണ്ടാമത്തെ വെർട്ടിസസ്. അങ്ങനെ ഓരോ വെർട്ടിസസ് നമ്മൾ ക്യൂബോയിഡിൻ്റെ നോക്കുമ്പോൾ എത്ര വെർട്ടിസസ് ഉണ്ട്? 8 വെർട്ടിസസ്. ക്ലിയർ? അപ്പോൾ എന്താണ് വെർട്ടിസസ്? ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ 185 ആ ഫസ്റ്റ് കോളം, അതിലെ ഏറ്റവും ടോപ്പിലുള്ള ആ കോളം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഫസ്റ്റ് കോളത്തിൽ 3D ഫിഗറാണ്, 3D ഫിഗറിൻ്റെ നെയിം. രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ ഫിഗർ. മൂന്നാമത്തിൽ ഫേസസ്, വേർട്ടിസസ്, എഡ്ജസ്. അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ ഷേപ്പ് കണ്ടല്ലോ. ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6, വേർട്ടിസസ് 8, എഡ്ജസ് 12. സിലിണ്ടറിന് കണ്ടോ, ഫേസസ് എത്ര ഉണ്ട് സിലിണ്ടറിന്? 3, 2 ടോപ്പും ബേസും പിന്നെ കർവ്ഡ് സർഫസും. അങ്ങനെ സിലിണ്ടറിന് 3 ഫേസസ് ഉണ്ട്. അതേപോലെ തന്നെ സിലിണ്ടറിന് വേർട്ടിസസ് ഇല്ല, കാരണം ഇതിനും ലൈൻ സെഗ്മെന്റുകളില്ല, ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇതിനെന്തില്ല? വേർട്ടിസസ് ഇല്ല. നെക്സ്റ്റ് എഡ്ജസ് ഉണ്ട്. ഇതിന് 2 എഡ്ജസ് അല്ലേ. ഇവിടെ ഒരു എഡ്ജസും ഇവിടെ ഒരു എഡ്ജസും, ഇവിടെ ഒരു എഡ്ജും മുകളിലൊരു എഡ്ജും, അങ്ങനെ 2 എഡ്ജസ്. ഓക്കെ. ദെൻ കോണിന് എത്ര എഡ്ജസ് ഉണ്ട്? നമുക്കറിയാം. ഫസ്റ്റ് ഫേസസ് നോക്കാം. കോണിന് എത്ര ഫേസ് ഉണ്ട്? 2 ഫേസ്. ഇവിടെ ഒരു കർവ്ഡ് ഫേസും പിന്നൊരു ഇവിടെ കർവ്ഡ് ഫേസും പിന്നൊരു ബേസും, അങ്ങനെ 2 ഫേസസ് ഉണ്ട്. വേർട്ടിസസ്, കോണിന് വെർട്ടിസസ് ഇല്ലേ? യെസ്. ഇവിടെ ഒരു വെർട്ടിസസ് ഉണ്ട് അല്ലേ, ഒരു മൂലല്ലേ ഇവിടെ? യെസ്. അപ്പോൾ അവിടെ നമുക്ക് 1. ദെൻ എഡ്ജ്, കോണിന് എഡ്ജ് ഇതാ, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. ഓക്കെ. യെസ്. നെക്സ്റ്റ് ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ഫേസസ് എത്ര ഫേസ് ഉണ്ടാവും? 1, 2, 3, 4, 5 അടിയിൽ, അങ്ങനെ 5 ഫേസ്. എഡ്ജ് വെർട്ടിസസോ? വെർട്ടിസസ് 1, 2, 3, 4, 5, 6 വെർട്ടിസസ്. എഡ്ജ് 1, 2, 3, 4, 5, 6, 7, 8, 9 എഡ്ജ്. ഓക്കെ. ദെൻ ട്രയാങ്കുലർ പിരമിഡ് ഇതാ ഫിഗർ. ട്രയാങ്കുലർ പിരമിഡ് എത്ര ഫേസ് ഉണ്ട്? 4. 1, 2, 3, 4 ഫേസസ്. വേർട്ടിസസ് 1, 2, 3, 4 വെർട്ടിസസ്. ആൻഡ് എഡ്ജ് 1, 2, 3, 4, 5, 6 എഡ്ജ്. ഓക്കെ. ഇനി എക്സഗണൽ പിരമിഡ്. വാട്ട് ഈസ് എക്സഗണൽ പിരമിഡ്? എക്സഗണൽ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് എക്സഗൺ ആയിരിക്കും, റെഗുലർ എക്സഗൺ ആയിരിക്കും. ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ട്രയാങ്കിൾ ആയിരിക്കും. പെൻറ്റഗണൽ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് പെൻറ്റഗൺ ആയിരിക്കും. അപ്പോൾ എക്സഗണൽ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സഗൺ ആയിരിക്കും അതിൻ്റെ ബേസ്. കണ്ടോ? 1, 2, 3, 4, 5, 6 സൈഡുള്ള എക്സഗൺ അതിൻ്റെ പിരമിഡ്. ഓരോ ഫേസും എന്തായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ എക്സഗണൽ പിരമിഡ്. ഓക്കെ. അപ്പോൾ ഇതിനെ എത്ര ഫേസ് ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7 ഫേസസ് ഉണ്ടാവും അല്ലേ? ബേസും കൂട്ടണം. ഓക്കെ. അപ്പം നമുക്ക് 7 ഫേസസ് ഉണ്ടാവും. ഏതിന്? എക്സഗണൽ പിരമിഡിന്. വെർട്ടിസസോ? എക്സഗണൽ പിരമിഡ് എത്ര വെർട്ടിസസ് ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7. എത്ര? 7 വെർട്ടിസസ്. നെക്സ്റ്റ് എഡ്ജ് എത്ര ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എഡ്ജ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് അത് ഡ്രോ ചെയ്യുക. ഓക്കെ. The next topic, net of 3D shape. അപ്പോൾ ഈ 3D ഷേപ്പുകൾ ഈ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഒരു ക്യൂബോയിഡ് നിർമ്മിക്കണമെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് ക്യൂബോർഡ് നിർമ്മിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഫേസുകളൊക്കെ നിവർത്തിയെടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെ നിവർത്തിയെടുത്ത ആ ഒരു
ഫിഗറിനാണ് നമ്മൾ എന്ത് പറയാം, നെറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ക്യൂബോയിഡ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്യൂബോയിഡ് ചാർട്ട് പേപ്പർ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ് എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ നെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പൊളിച്ച് നിവർത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അടിയിലൊരു റെക്റ്റാങ്കുലർ ഫേസ് ഉണ്ടാവും, പിന്നെ ഈ ഭാഗത്തെ ഒരു റെക്റ്റാങ്കിൾ ഫേസ് ഉണ്ടാവും, പിന്നെ ഈ ഭാഗത്തൊരു റെക്റ്റാങ്കിൾ ഫേസ് ഉണ്ടാവും, പിന്നെ ഈ ഭാഗത്തും ഉണ്ടാവും, ഈ ഭാഗത്തും ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ അടപ്പ് അവിടെ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ? കാരണം എന്താ, ഇതിനെങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂബോയിഡ് ആയില്ലേ? കാരണം ഇവിടെ മടക്കുക, ഇവിടെ മടക്കുക, ഇവിടെ ഇങ്ങോട്ട് മടക്കുക, ഇവിടെ ഇങ്ങോട്ട് മടക്കി അടക്കുക എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്യൂബോയിഡ് ആയില്ലേ? അപ്പോൾ ഇതിൻ്റെ നെറ്റാണ് ഇത്. ക്ലിയർ? ഓക്കെ. ഈ ക്യൂബോയിഡ് ഹാസ് ഓൾ റെക്റ്റാങ്കുലർ ഫേസസ്. അപ്പോൾ ക്യൂബോയിഡിന് എന്താണ്, റെക്റ്റാങ്കുലർ ഫേസസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ ഫേസൊക്കെ എങ്ങനെയായിരിക്കും? ക്യൂബിൻ്റെ നെറ്റ് എന്ന് വരച്ച് നോക്കുക. ക്യൂബിൻ്റെ നെറ്റ് എന്ന് വരച്ച് നോക്കൂ. ക്യൂബിൻ്റെ നെറ്റ് എന്ന് വരച്ച് നോക്കൂ. യെസ്, ക്യൂബിൻ്റെ നെറ്റ് വരക്കുമ്പോൾ നമുക്ക് ക്യൂബിൻ്റെ നെറ്റ് അല്ലേ? എല്ലാ ഫേസസും എന്താണ്, സ്ക്വയർ ഫേസ് ആണ്. ഇതിനുള്ളത് സ്ക്വയർ ഫേസസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് പറയും കോണിൻ്റെ നെറ്റ് വരക്കാൻ പറയാം. കോണിൻ്റെ നെറ്റ് വരക്കാൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരക്കാം? കോണിൻ്റെ നെറ്റ് ബിക്കോസ് ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മടക്കിയിട്ട് കോണാക്കും, എന്നിട്ട് ഈ സർക്കിളിൻ്റെ ബേസ് ഇങ്ങനെ അടപ്പായിട്ട് വെക്കും. അപ്പോൾ ഇതാണ് കോണിൻ്റെ നെറ്റ്. മനസ്സിലായല്ലോ? എങ്ങനെയാണെങ്കിൽ യെസ്, നിങ്ങൾ പേജ് നമ്പർ 186 നോക്കുക, എക്സസൈസ് 13.1. ഓക്കെ, അതിൽ മാച്ച് ദ നെറ്റ് വിത്ത് ദി സോളിഡ്സ്. ആദ്യത്തെ കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? നെറ്റ്സ് കൊടുത്തിട്ടുണ്ട്, സോളിഡിൻ്റെ നെറ്റും അതിന് മാച്ച് ആയിട്ടുള്ള സോളിഡ് ഒബ്ജക്റ്റ് ഇപ്പുറത്തുനിന്ന് ഏതാണെന്നുള്ളത് മാച്ച് ചെയ്യണം. ഫസ്റ്റത്തത് ഏതായിരിക്കും? ക്യൂബോയിഡ് അല്ലേ? അതായത് ഡി. ഓക്കെ, സോറി, ക്യൂബ്. നെക്സ്റ്റ് 2, രണ്ടാമത്തത് കോണാണ് അല്ലേ? കോൺ ഏതിനാ മാച്ച് ആണത്? യെസ്, കോണിൻ്റെ നെറ്റ് അല്ലേ അത്? യെസ്. തേർഡ് വൺ ഏതിൻ്റെ നെറ്റാണത്? സിലിണ്ടർ. ഫോർത്ത് വൺ ട്രയാങ്കുലർ പ്രിസം അല്ലേ? സോറി, ഫോർത്ത് വൺ പിരമിഡ്, ട്രയാങ്കുലർ പിരമിഡ്. ഫിഫ്ത്ത് വൺ നമുക്ക് എന്ത് പറയാം? പ്രിസം. ഫിഫ്ത്ത് വൺ എന്താണ്? പ്രിസം, അതായത് എ. ഫിഫ്ത്ത് വൺ എനോടാണ് മാച്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഡ്രോയിങ് സോളിഡ്സ് ഓൺ എ പ്ലെയിൻ സർഫസ്. അപ്പോൾ ഈ സോളിഡ് ഫിഗറിന് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ 3D ഷേപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ 2D ഡയമെൻഷനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം വിചാരിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ നമുക്ക് വരക്കണം. അതായത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് 3D ഷേപ്പ് ആണെന്ന് നമുക്കൊരു ഐഡിയ വരും അല്ലേ? ആ രീതിയിൽ വരക്കുന്ന ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഒബ്ലിക് സ്കെച്ച്. ഫസ്റ്റ് വൺ എന്താണ്? ഒബ്ലിക് സ്കെച്ച്. What is oblique sketch? Oblique sketch എന്ന് പറഞ്ഞാൽ yes, not that, sketch of solids that give a correct idea of the shape even though the measurements are not same are called oblique sketch. Oblique sketch എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്താണ്. അപ്പം നമുക്ക് ആ ഷേപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു 3D ഷേപ്പാണ്, അതേ ഷേപ്പാണ്. ഇവിടെ നമുക്കൊരു ഐഡിയ കിട്ടും. ബട്ട് നമ്മൾ ആ കണ്ട ഒബ്ജക്റ്റിൻ്റെ അതേ മെഷർമെൻ്റ് ഒന്നും ആവണമെന്ന് നിർബന്ധമല്ല. ബട്ട്
അതേ ഷേപ്പ്, അതേ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതിനാണ് എന്ത് പറയുന്നത്, ഒബ്ലിക് സ്കെച്ച് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. പേജ് നമ്പർ 187 ടോപ്പിൽ കണ്ടോ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഡ്രോ ആൻ ഒബ്ലിക് സ്കെച്ച് ഓഫ് ക്യൂബോയിഡ് ഡയമെൻഷൻ 4 1 2. ഒബ്ലിക് സ്കെച്ച് വരക്കാനാണ് പറയുന്നത് അല്ലേ? ഈ ഒബ്ലിക് സ്കെച്ച് നമ്മൾ ഏതിലാണ് വരക്കുക? ഒബ്ലിക് സ്കെച്ച് വരക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറാണ് ഏതാണ്? സ്ക്വയർ ഷീറ്റ് ഓർ ഓൺ എ ഗ്രാഫ് പേപ്പർ അല്ലെങ്കിൽ സ്ക്വയർ ഷീറ്റ്. ഗ്രാഫ് പേപ്പർ പറഞ്ഞാൽ മതി. ഗ്രാഫ് പേപ്പറിൽ നമുക്ക് സ്ക്വയർ ഷീറ്റ് കാണാൻ കഴിയും അല്ലേ? അതായത് ഗ്രാഫ് പേപ്പർ. ഇങ്ങനെ സ്ക്വയർ ഷീറ്റ് ഉള്ള ഒരു പേപ്പറിലാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ഒബ്ലിക് സ്കെച്ച് വരക്കുക. ഓക്കെ. ഈ സ്ക്വയർ ഷീറ്റിലാണ് നമ്മൾ ഒബ്ലിക് സ്കെച്ച് വരക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു ക്യൂബോയിഡ് വരക്കാൻ. ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒബ്ലിക് സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും, ക്യൂബോയിഡിന്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇതായിരിക്കും ഈ മെഷർമെന്റ് തന്നിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ. അപ്പോൾ 4 1 2 ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരിക? ഒബ്ലിക് സ്കെച്ചിന്റെ ഡയമെൻഷൻ വരിക. അപ്പോൾ ഈ ഒരു ഒബ്ലിക് സ്കെച്ച് ഇതിന്റെ ഈ ക്യൂബോയിഡിന്റെ ഒബ്ലിക്, അതായത് ഈ മെഷർമെന്റോട് കൂടി വരുന്ന ഈ ക്യൂബോയിഡിന്റെ ഒബ്ലിക് സ്കെച്ചാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ സ്ക്വയർ ഷീറ്റിലാണ് നമ്മൾ വരക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലെങ്ത് 4 കിട്ടണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലെങ്ത് 4 കിട്ടാൻ ഈ 4 സ്ക്വയർ ഇല്ലേ, അത് നമ്മൾ 4 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഫേസ് നമ്മളിവിടെ വരക്കുക 4 സ്ക്വയർ എടുത്തിട്ട്. ബിക്കോസ് ഇതിന്റെ ലെങ്ത് 4 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് ആണെന്നില്ല, പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു 4 പ്രത്യേകം നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടണം, ഷേപ്പ് കിട്ടണം. അവിടെ നമ്മൾ 1 2 3 4 സ്ക്വയർ എന്തായിട്ട് എടുത്തു? നമ്മൾ 4 ആയിട്ട് എടുത്ത് ആദ്യത്തെ ഫേസ് വരച്ചു. ഓക്കെ. നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യണത്? നമുക്കൊരു ഐഡിയ കിട്ടണം. ഇവിടുത്തെ ഫേസ് കിട്ടണം, തൊട്ട് ബാക്കിലെ ഫേസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു ബോക്സ് വിട്ടിട്ട് ഇവിടുന്ന് തുടങ്ങി 4 ഫില്ല് ചെയ്ത് നമ്മൾ അടുത്ത ഫേസ് വരച്ചു. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ക്യൂബോയിഡായി അല്ലേ? നോക്കൂ അല്ലേ? നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല, ക്യൂബോയിഡ് അല്ലേ? ഇതാണ് നമ്മൾ പറയുന്നത് ഒബ്ലിക് സ്കെച്ച്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക? ഗ്രാഫ് പേപ്പർ നോട്ട്ബുക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. പേജ് നമ്പർ 187 ആ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഫസ്റ്റ് എന്താ ചെയ്തത്? 4 ലെങ്ത് 4 ആയതുകൊണ്ട് അല്ലേ, കീബോർഡിന് ലെങ്ത് 4 ആയതുകൊണ്ട് 4 ബോക്സ് കവർ ചെയ്തിട്ട് ആദ്യത്തെ ഫേസ് വരച്ചു. തൊട്ട് ബാക്കിലായിട്ട് ഒരു കോളം വിട്ടിട്ട് ആണ് ഈ ഫേസ് വരച്ചത്. ഓക്കെ. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത്, നമ്മൾ വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്ത് ക്യൂബോർഡായി. ഓക്കെ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഐസോമെട്രിക് സ്കെച്ച്. അപ്പോൾ നമ്മൾ 3D ഷേപ്പുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വരക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒബ്ലിക് സ്കെച്ച് അല്ലേ? നെക്സ്റ്റ് ഐസോമെട്രിക് സ്കെച്ച്. വാട്ട് ഈസ് ഐസോമെട്രിക് സ്കെച്ച്? അത് നമ്മൾ 3D ഷേപ്പുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ വരക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഈ ഐസോമെട്രിക് സ്കെച്ച് നമ്മൾ ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിലാണ് വരക്കുക. ഐസോമെട്രിക് സ്കെച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്യൂബോയിഡ് തന്നെ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റൊക്കെ നമുക്കുണ്ട്. അതേപോലത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിൽ വരക്കുക. മനസ്സിലായല്ലോ? ഒബ്ലിക് സ്കെച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷേപ്പ് അതേ രീതിയിലായാൽ മതി, ഒരു ഐഡിയ കിട്ടിയാൽ മതി. ബട്ട് മെഷർമെൻ്റ് ഒന്നും കറക്റ്റ് ആവണം നിർബന്ധമല്ല. ബട്ട് ഇവിടെ എന്താണ്? മെഷർമെൻറ്റുകളും ഈക്വൽ ആക്കിയിട്ട് നമുക്കിവിടെ ഐസോമെട്രിക് ഗ്രിഡ് ഷീറ്റിൽ നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ. അതിന് ഐസോമെട്രിക് ഡ്രോയിങ് എഫ് ക്യൂ Yes, there are various type of 3D drawing. One fairly simple way to get started with the drawing in 3D is
To try an isometric drawing, to draw sketch in which measurements also agree with those of the solid. അപ്പോൾ നമ്മൾ ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിലാണ് ഇത് വരയ്ക്കുക കേട്ടോ. ഐസോമെട്രിക് ഡോട്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇങ്ങനെയായിരിക്കും ഐസോമെട്രിക് ഡോട്ട് ഷീറ്റ്. ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇങ്ങനെയായിരിക്കും ഡോട്ട് ഉണ്ടായിരിക്കുക. Isometric dot sheet. ഇങ്ങനെ ആയിരിക്കും ഐസോമെട്രിക് ഡോട്ട് ഷീറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ ഡോട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കും ഇവിടുത്തെ ഡോട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലായിരിക്കും ഇവിടുത്തെ ഡോട്ട്, ഇങ്ങനെയായിരിക്കും പോവുക കേട്ടോ. ഓക്കെ, ഐസോമെട്രിക് ഡോട്ട് ഷീറ്റ്. ഇങ്ങനെയുള്ള ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിലാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഐസോമെട്രിക് സ്കെച്ച് വരയ്ക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഫിഗർ ക്യൂബ് വരയ്ക്കുന്ന വിചാരിക്കാം. അതവിടെ ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്യൂബ് നമുക്ക് ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിൽ വരക്കണം എന്ന് വിചാരിക്കുക. ഇതാ ഒരു ക്യൂബ്. ഈ ഒരു ക്യൂബ് നമുക്ക് എന്താ ചെയ്യാം? ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിൽ വരക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വരക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതാ ഇവിടെ ഓക്കെ, ഇങ്ങനെയാണ് നമ്മളതിനെ ഇതിലേക്ക് വരക്കുക. ഇതേ ഒരു ഷേപ്പ്, ഇതേ ഒരു സൈസ് വേണം അല്ലേ? അതാണ് നമ്മൾ ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിൽ വരക്കുന്നത്. ക്ലിയർ? പേജ് നമ്പർ 188 ആ ഒരു ക്യൂബോയിഡ് വരച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും അല്ലേ? ഐസോമെട്രിക് ഡോട്ട് ഷീറ്റും അതിൽ ഫിഗറും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക കേട്ടോ. പേജ് നമ്പർ 188. ദെൻ നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. പേജ് നമ്പർ 188 എക്സാമ്പിൾ 1. ഡ്രോ എ ക്യൂബോയിഡ് വിത്ത് സൈഡ് 2 cm, 3 cm, 8 cm ഓൺ ദി ഐസോമെട്രിക് പേപ്പർ. ഐസോമെട്രിക് പേപ്പറിൽ വരക്കാനാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് പേപ്പറിലാണ് വരക്കുന്നതെങ്കിൽ നമുക്കറിയാം അതിൻ്റെ മെഷർമെൻറ്റുകൾ അതേപോലെ തന്നെ നമ്മൾ പറയണം. ക്യൂബോയിഡ് ആണല്ലേ, അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 2, 3, 8, 2/3/8 അതിൻ്റെ ഡയമെൻഷൻ. അതായത് ലെങ്ത് 2, ബ്രെഡ്ത്ത് 3, ഹൈറ്റ് 8. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കത് ജസ്റ്റ് ഐസോമെട്രിക് ഷീറ്റിലല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരക്കാം അല്ലേ. ലെങ്ത് 2, ഹൈറ്റ് എന്താ വരുന്നത്? ഹൈറ്റ് 8, ബ്രെഡ്ത്ത് 3. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ ക്യൂബോയിഡ് വരുന്നത് അല്ലേ. ഇതാണ് നമ്മൾ ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിൽ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐസോമെട്രിക് ഡോട്ട് എങ്ങനെയാണ് ഇടേണ്ടത്? ഇതാ ഇങ്ങനെയാണ് ഐസോമെട്രിക് ഡോട്ട് ഇടേണ്ടത്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഡോട്ട് ഇടുക. പിന്നെ അടുത്ത വരയിൽ കോളത്തിൽ ഡോട്ട് ഇടുമ്പോൾ ഇതിൻ്റെ രണ്ടിന് ഗ്യാപ്പിലായിരിക്കണം ഡോട്ട് ഇടേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഐസോമെട്രിക് ഡോട്ട് ഷീറ്റ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ വേണം എന്ത് നിങ്ങൾ വരക്കാൻ? ഈ ഒരു ക്യൂബ് ഇതേപോലെ വരക്കാൻ കേട്ടോ. അപ്പോൾ ബ്രെഡ്ത്ത് 3 എടുക്കുക, ലെങ്ത്ത് 2, ഹൈറ്റ് 8, എന്നിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? യെസ്. Then example 2. Given the following oblique sketch of a cuboid, draw the corresponding isometric sketch. ഇവിടെ ഒരു ഒബ്ലിക് സ്കെച്ച് വരച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഐസോമെട്രിക് സ്കെച്ച് നിങ്ങൾക്ക് വരക്കാനാണ് കേട്ടോ. എക്സാമ്പിൾ 2 ഒന്ന് ട്രൈ ചെയ്യാം.
ഒബ്ലിക് സ്കെച്ച് ഇവിടെ വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഐസോമെട്രിക് സ്കെച്ച് വരക്കാൻ. ഒന്നുമില്ല, എന്താ ഒബ്ലിക് സ്കെച്ച് അവിടെ ഉണ്ട്. ഐസോമെട്രിക് സ്കെച്ച് എന്ന് പറയുമ്പോൾ അതിന് ഐസോമെട്രിക് ഡോട്ട് ഷീറ്റിലേക്ക് വരക്കാം. അങ്ങനെയാണെങ്കിൽ എക്സസൈസ് 13.2 ക്വസ്റ്റ്യൻ നമ്പർ 3, അതുപോലെ തന്നെ 6ഉം 4ഉം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 6ഉം 4ഉം. യെസ്. ഇത് നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. സിമ്പിൾ ചാപ്റ്ററാണ്. ജസ്റ്റ് 3 പോയിന്റുകൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 3D ഷേപ്പുകൾ, ഫേസ്, എഡ്ജസ്, വെർട്ടിസസ്, പിന്നെ ഐസോമെട്രിക് സ്കെച്ച്, ഒബ്ലിക് സ്കെച്ച്. നെക്സ്റ്റ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ ഓഫ് സോളിഡ്. ക്രോസ് സെക്ഷൻ ഓഫ് സോളിഡ്. ക്രോസ് സെക്ഷൻ ഓഫ് സോളിഡ്. ഈ ക്രോസ് സെക്ഷൻ ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഒബ്ജക്റ്റുകൾ നമുക്കറിയാം. സിലിണ്ടർ, കോണ്, എക്സെട്ര നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു സോളിഡ് ഒബ്ജക്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, സിലിണ്ടറിൻ്റെ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ വരക്കാൻ. ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് സിലിണ്ടർ. അപ്പോൾ നോക്കാം എന്താണ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സിലിണ്ടറിൽ നമ്മൾ വെർട്ടിക്കൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, മുറിച്ചെടുക്കാന്ന് വിചാരിക്കുക. വെർട്ടിക്കലായിട്ട് ഇങ്ങനെ മുറിക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും? വെർട്ടിക്കലായിട്ട് മുറിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതാ ഈ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സിലിണ്ടറിനെ നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് ക്രോസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പാർട്ടുകൾ എങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്യും? ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ട് വരും അല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടുമായിട്ട് മാറും അല്ലേ. ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ. ഇങ്ങനെ 2 പാർട്ടുകളായിട്ട് ഇതിന് മാറും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ. വെർട്ടിക്കലായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിലോ, ഹൊറിസോണ്ടലി ആണെങ്കിലോ, ഇതിനെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലി, അപ്പോൾ ഇതിൻ്റെ പാർട്ടുകൾ എങ്ങനെയായിട്ട് മാറും? ഇതാ ഇങ്ങനെയായിട്ട് മാറും. കണ്ടോ, ഇങ്ങനെ 2 പാർട്ടായിട്ട് മാറും. ഇത് തന്നെയാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ക്രോസ് ചെയ്യാന്ന് വിചാരിക്കുക. വെർട്ടിക്കലി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ അല്ലേ, ഇവിടെ ഒരു പാർട്ട് ഇങ്ങനെ ഉണ്ടാവും. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ. മനസ്സിലായി? ഇനി ഇതിനെ ഇങ്ങനെയാണ് ഹൊറിസോണ്ടലി ആണ് മുറിക്കണമെങ്കിലോ, ഇങ്ങനെ ഉണ്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ. ക്ലിയർ? ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ഇതാ, ഡ്രോ ദി ക്രോസ് സെക്ഷൻ ദാറ്റ് യു ഗെറ്റ് വെൻ ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ആർ ഗിവൺ. വെർട്ടിക്കൽ കട്ട്, ഹൊറിസോണ്ടൽ കട്ട്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഹൊറിസോണ്ടലി ആണെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ പാർട്ടുകൾ വരയ്ക്കുക. വെർട്ടിക്കലി ആണെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ പാർട്ടുകൾ വരയ്ക്കുക. ക്ലിയർ? ഓക്കെ. Then mark your homework. Exercise 13.3, question number 1, 2. Then see you next class. Thank you.